സോഷ്യൽ ആങ്സൈറ്റിയും ഡിപ്രഷൻ എന്ന രണ്ടായിട്ട് നോക്കുവാണെങ്കിൽ അത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണാം. സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻ്റ് ഉണ്ടാവുന്ന ആങ്സൈറ്റി, ജനറലി ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിനൊരു അസ്വസ്ഥത, ഒരു ടെൻഷൻ, ഒരു വേവലാതി, റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ വരും. അതിനോടൊപ്പം അസോസിയേറ്റഡ് ആയിട്ട് വേറെ പല ബുദ്ധിമുട്ടുകളും പേഷ്യൻ്റ് ഉണ്ടാവാം. അതായത് നമ്മുടെ ചിന്തകൾ കാട് കയറി, അയ്യോ ഇതിന് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഇതിന് നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റേ വരത്തുള്ളൂ, ഞാൻ വിചാരിക്കുന്നത് പോലെ ഇത് നല്ലതാവത്തില്ല, ഞാൻ ഒരു സ്ഥലത്ത് ഒരാളോട് സംസാരിക്കാൻ ചെന്ന അയാൾ എന്നെ നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യത്തുള്ളൂ, ഞാൻ എത്ര പറഞ്ഞ് ശ്രമിച്ചാലും അയാൾക്കത് മനസ്സിലാവാൻ പോകുന്നില്ല. ഇങ്ങനെ എല്ലാത്തിനും നെഗറ്റീവ് കോൺസിക്വൻസസ് മാത്രം തോട്ട്സിൽ വന്നു പോവുകയാണ്. അത് ഒരു ചിന്തകളിലുണ്ടാകുന്ന ആങ്സൈറ്റിക്ക് പല ഡൊമെയിൻസിൽ പ്രോബ്ലംസ് വരാം. അതിലൊന്ന് ചിന്തകളിലുള്ള വ്യത്യാസമാണ്. ഈ ചിന്തകളെന്ന് പറയുന്നത് ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ആണ്. രണ്ടാമത് ഫിസിക്കലി, ശാരീരികമായിട്ട് നമുക്ക് ആങ്ഷ്യസ് ആകുന്ന ഒരാൾക്ക് ചില ബുദ്ധിമുട്ടുകൾ എക്സ്പീരിയൻസ് ചെയ്യും. ചിലപ്പം നെഞ്ചുവേദന പോലെയോ നെഞ്ചെടിപ്പ് പോലെയോ, കൈകാല് വിറയ്ക്കുന്ന പോലെ, കൈയും കാലും തണുക്കുന്നത് പോലെ, അതുപോലെ ഇപ്പം തളർന്ന് വീഴുമെന്നുള്ള പോലെ ഒരു ചിന്ത, ശരീരം ക്ഷീണിക്കുന്നു, തളർച്ച വരുന്നു, ഇങ്ങനെയുള്ള കണ്ണിലിരുട്ട് കയറുന്നു, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ആ സമയത്ത് പേഷ്യൻറ്റിന് ഫിസിക്കലായിട്ട്, ശാരീരികമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ ആങ്സൈറ്റി എന്ന് പറയുന്നത് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ കൂടെ അവരുടെ ചിന്തകളിൽ വരുന്ന വ്യത്യാസം, അവർക്ക് ശാരീരികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ആങ്സൈറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. എല്ലാവർക്കും ഇതെല്ലാം ഉണ്ടാകണമെന്നില്ല. ചിലവർക്ക് ഇതിൻ്റെ അകത്ത് ചെറിയ ഭാഗങ്ങൾ മാത്രമായിരിക്കും. അത് ഡിപ്പെൻസ്. ആ സിറ്റുവേഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഇല്ല. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയിലാണെങ്കിലും പേഷ്യൻ്റ് കടന്നു പോകുന്ന അല്ലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇമോഷൻ, ആ ഒരു സങ്കടാവസ്ഥയും ഒരു ഉഷാറില്ലായ്മയും എനർജി കുറവും, പിന്നെ അങ്ങനെയുള്ള ചിന്തകൾ, അത് പെർവേസീവായിട്ട് നിൽക്കും, കുറേ അധികം നേരത്തേക്ക് നിൽക്കുന്നത് പോലെ. സോഷ്യൽ ആങ്സൈറ്റി ഇസ് ദ ആങ്സൈറ്റി എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിങ് ദ സോഷ്യൽ സിറ്റുവേഷൻസ്. അത് കഴിഞ്ഞാൽ അവർക്ക് ആ പ്രോബ്ലം ഇല്ല.